ഗുഡ് മോർണിംഗ്. നമുക്കപ്പോ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാല്ലേ? മോർണിംഗ്. നമുക്ക് ഇന്ന് നമുക്ക് ക്ലാസ് എടുക്കാനായിട്ട് എത്തിയിട്ടുള്ളത് ജുവൽ മാം ആണ്. മാം ടീച്ചറാണ്. ഹലോ, കേൾക്കുന്നുണ്ടോ? ഉണ്ട് കേൾക്കുന്നുണ്ട്. ഓക്കെ. ജുവൽ മാം ആണ് നമുക്കിന്ന് ക്ലാസ് എടുക്കാൻ എത്തിയിട്ടുള്ളത്. മാം ടീച്ചറാണ്. മാം നമ്മുടെ വിംബിൾ അക്കാദമിയിലെ പ്രൊഫഷണൽ ട്രെയിനിങ് കോഴ്സിലെ 22nd ബാച്ച് സ്റ്റുഡന്റ് ആയിരുന്നു. അപ്പൊ മാമിനെ വളരെ സന്തോഷത്തോട് കൂടിയിട്ട് ഈ ഒരു ക്ലാസ്സിന് വേണ്ടിയിട്ട് വെൽക്കം ചെയ്യാണ്. അതുപോലെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ എല്ലാവരെയും തുടങ്ങാം മാം. എല്ലാവരെയും ഈ ഒരു സെഷനിലേക്ക് വെൽക്കം ചെയ്യാണ്. സ്റ്റാർട്ട് ചെയ്യാം മാം. ഹലോ, ഓഡിബിൾ അല്ലേ? വി കൻ ഹിയർ യു. പക്ഷെ ജുവൽ മാമിന് കേൾക്കാൻ പറ്റുന്നില്ലെന്ന് തോന്നുന്നു. ഹലോ, ജുവൽ മാം ഓഡിബിൾ അല്ലേ? മാം ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഇറ്റ് ലുക്സ് ലൈക്ക് പുള്ളിക്കാരിക്ക് കേൾക്കാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്നു. ഗുഡ് മോർണിംഗ്. യെസ്, ഗുഡ് മോർണിംഗ്. വി കൻ ഹിയർ യു. ഗുഡ് മോർണിംഗ്. മാം ലെഫ്റ്റ് ആയി പോയി തോന്നുന്നു. ലെഫ്റ്റ് ആയിട്ടില്ല, കാണിക്കുന്നുണ്ട്. ജുവൽ മാത്യു ഇവിടെ കാണിക്കുന്നുണ്ട്, പക്ഷെ കാൺ സീ ഹർ. എന്തോ കണക്ടിവിറ്റി പ്രോബ്ലം, എന്തോ ഒരു ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നു. നൗ ഷീ ഈസ് ബാക്ക്. ഒരു മിനിറ്റ്, എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല നിങ്ങൾ പറയുന്നത്. ഇപ്പം വി കൻ ഹിയർ യു നൗ. ഞങ്ങൾ പറയുന്നത് കേൾക്കുന്നുണ്ടോ? എന്തോ ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നു. മാം ആയിരുന്നു എനിക്ക് കോൾ ചെയ്തിരുന്നു മെഡിറ്റേഷൻ്റെ ഇടയിൽ. എക്സിറ്റ് ചെയ്തിട്ട് കയറിയാൽ ശരിയാവും. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇപ്പൊ കേൾക്കാട്ടോ. ഓക്കെ, ഗുഡ്. വൺ സൈഡഡ് ആയിരുന്നല്ലേ? ഓക്കെ, എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുന്നല്ലോ അല്ലെ? കാലത്ത് തന്നെ ഉഷാറായിട്ടാണല്ലോ ഇരിക്കണേ. അതെ. താങ്ക് യു. പെട്ടെന്ന് തന്നെ അത് ശരിയാവാണ്ടായിപ്പോഴേ പെട്ടെന്നൊരു ടെൻഷൻ വന്നു. പക്ഷെ ഇപ്പൊ ഓക്കെ. വെരി ഗുഡ്. ഞാൻ ഇന്ന് പറയാൻ പോകുന്ന ടോപ്പിക് പലരും പറഞ്ഞിട്ടുള്ളതാണ്. ഞാൻ ആ പഴയ വീഞ്ഞിനെ ഒന്ന് പുതിയ കുപ്പിയിലാക്കി നിങ്ങളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നു എന്നുള്ളൂ. ഒരു ചെറിയ തീരുമാനമോ ഒരു ചെറിയ വാക്കോ ഒരു ചെറിയ പ്രവൃത്തിയോ നമ്മുടെ ജീവിതത്തെ മുഴുവൻ മാറ്റാൻ കഴിയുന്നതായിട്ട് കാണാൻ സാധിക്കും അല്ലേ? നിങ്ങൾക്ക് എന്തെങ്കിലും അങ്ങനെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ട്. ഒരു ചെറിയ വാക്ക്, ആരെങ്കിലും പറഞ്ഞൊരു ചെറിയ പ്രോത്സാഹനം നമുക്ക് പിന്നീട് അത് ഭയങ്കരമായിട്ട് എഫക്റ്റ് ഉണ്ടാവും. ആ എഫക്റ്റിനെ പറയുന്ന പേരാണ് ബട്ടർഫ്ലൈ ഇഫക്റ്റ്. ഇത് 1960കളിൽ കാലാവസ്ഥ ശാസ്ത്രജ്ഞനായ എഡ്വേർഡ് ലോറൻസ് കാലാവസ്ഥ പഠിക്കുമ്പോൾ തോന്നിയ ഒരു ആശയമാണത്. അതെ, അപ്പോ ഒരു കമ്പ്യൂട്ടറൊക്കെ വന്ന് തുടങ്ങിയ സമയമായിരുന്നു. അപ്പോൾ ഡാറ്റ ഹാൻഡിൽ ചെയ്തപ്പോൾ ചെറിയൊരു വ്യത്യാസം വലിയൊരു പ്രതിഫലനം ഉണ്ടാക്കി. അപ്പോൾ അയാൾ പറഞ്ഞു, ബ്രസീലിൽ ഒരു ശലഭം ചിറകടിച്ചാൽ ടെക്സസിൽ ഭയങ്കര ഒരു ചുഴലിക്കാറ്റുണ്ടാകാം. അയാളുടെ കാലാവസ്ഥ പ്രവചനം തെറ്റിപ്പോയി. അപ്പോൾ അയാൾ ഉടലെടുത്ത ഒരു ആശയമാണ് ചെറിയ മാറ്റങ്ങൾ വലിയ ഫലങ്ങൾ ഉണ്ടാക്കാം. ഓക്കെ,
അപ്പോൾ ഈ ചെറിയ മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഒരു 10 മിനിറ്റ് നമ്മളൊരു വായനാശീലം തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു 30 ദിവസം കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു വർഷം കഴിയുമ്പോൾ ഭയങ്കരമായിട്ട് നമുക്കൊരു നോളേജ് എൻറിച്ച്മെന്റ് ഉണ്ടാവും അല്ലേ? ഇന്നിപ്പോ മോർണിംഗ് ക്ലാസ്സിൽ ഇരിക്കുന്ന എല്ലാ ദിവസവും കയറുന്ന ആളുകളുണ്ട്. അപ്പോൾ കുറച്ച് ക്ലാസ്സുകൾ കേട്ട് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് ഡാറ്റാസ് കിട്ടുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. എനിക്ക് റെഗുലറായിട്ട് മോർണിംഗ് ലൈവില് കയറാൻ പറ്റാറില്ലെങ്കിലും ഞാൻ റെക്കോർഡഡ് ക്ലാസ് കാണുമ്പോൾ എനിക്ക് ഈ ഒരു മാസം കൊണ്ട് ഒരുപാട് ഡിഫറൻസസ് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ ചെറിയൊരു ആക്ഷനാണ്, ചെറിയൊരു പ്രവൃത്തിയാണ് ഭയങ്കരമായിട്ടുള്ള വ്യത്യാസം നമ്മുടെ ജീവിതത്തിൽ വരുത്തുന്നത്. ഇപ്പോ പറയാന്ന് വെച്ചാൽ ഒരു വിത്ത് നട്ടാൽ എന്താണ് സംഭവിക്കുന്നത്? ഒരു വിത്ത് ചെറിയൊരു സംഭവമാണ്, അത് പിന്നെ ചെടിയാകുന്നു, വൃക്ഷമാകുന്നു അല്ലേ? അത് കഴിഞ്ഞ് 100 കണക്കിന് ഫലങ്ങൾ ഉണ്ടാകുന്നു, പിന്നെ 1000 വിത്തുകൾ. ഞാനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് ആമസോൺ ഇപ്പൊ എല്ലാവർക്കും അറിയാം അല്ലെ? എന്തൊരു വലിയ ഗ്ലോബൽ കോമേഴ്സ് ശൃംഖലയായിട്ട് വളർന്നു. പക്ഷെ അതിന്റെ തുടക്കം ചെറിയൊരു പുസ്തക വിൽപ്പന കേന്ദ്രമായിട്ടാണ് തുടങ്ങിയത്. അപ്പൊ ചെറിയൊരു തുടക്കം വലിയൊരു മാറ്റം ഉണ്ടാക്കും. നമുക്ക് കിട്ടുന്ന ഒരു പോസിറ്റീവ് ആയിട്ടുള്ള വേർഡ് ഭയങ്കരമായിട്ടുള്ള വ്യത്യാസം ഉണ്ടാക്കും. ഇതാണ് ബട്ടർഫ്ലൈ ഇഫക്റ്റ്. ഞാനൊരു ചരിത്ര സംഭവം പറയാം. 1960കളിൽ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ഇൻസിഡന്റ് ആണ്. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയില് ഒരു ട്രെയിൻ യാത്രക്കിടയിൽ ഡർബനിൽ നിന്ന് പ്രിറ്റോറിയ എന്ന സ്ഥലത്തേക്ക് പോകുമ്പോൾ അദ്ദേഹത്തിനുണ്ടായ ഒരു അനുഭവമാണ് പിന്നീട് വലിയൊരു സ്വാതന്ത്ര്യ സമരം നേതാവായിട്ട് വളരാനായിട്ട് സഹായിച്ചത്. എന്താണ് ഉണ്ടായത്? അവിടെ വന്നപ്പോൾ ഒരു യൂറോപ്യൻ യാത്രക്കാരൻ പറഞ്ഞു, ഇയാള് ഗാന്ധിജി ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റില് യാത്ര ചെയ്യാൻ പാടില്ല എന്ന്. അപ്പൊ ഒരു വർണ്ണ വിവേചനം തോന്നി. അപ്പൊ അന്ന് ആ ട്രെയിനിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കിയപ്പോൾ ആ വെയിറ്റിംഗ് റൂമിൽ ഇരുന്നപ്പോൾ അദ്ദേഹത്തിന് തോന്നിയ ഒരു ആശയമാണ് പിന്നീട് തിരിച്ച് ഇന്ത്യയിലേക്ക് വന്നപ്പോൾ ഒരു സ്വാതന്ത്ര്യ സമര നേതാവായിട്ട് വരികയും ബ്രിട്ടീഷുകാർക്കെതിരായി നമുക്ക് പോരാടി സ്വാതന്ത്ര്യ സമരം നേടിത്തരികയും ചെയ്തത്. ഒരു ചെറിയൊരു തോന്നലിൽ നിന്നാണ് വലിയൊരു സംഭവം ഉണ്ടായത്. ഇതുപോലെ തന്നെയാണ് നെഗറ്റീവ് ആയിട്ട് ഈ ബട്ടർഫ്ലൈ ഇഫക്റ്റ് ഉണ്ടാകുമെന്ന് പറയുന്നത്. നെഗറ്റീവ് ബട്ടർഫ്ലൈ ഇഫക്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ ചെറുപ്പകാലത്ത് നമുക്ക് ഉണ്ടാകുന്ന എന്തെങ്കിലും ഹറാസ്മെന്റ് പിന്നീട് അത് വളരെയധികം പ്രതിഫലിക്കുന്നതായിട്ട് സാധിക്കും. നമ്മുടെ പേഴ്സണാലിറ്റി തന്നെ വ്യത്യാസം വരുന്നതായിട്ട് സാധിക്കും. ഒരു അവസരം നഷ്ടപ്പെടുത്തിയാൽ തന്നെ നമ്മുടെ ജീവിതം മാറുന്നതായിട്ട് കാണാൻ സാധിക്കും. ചെറിയ നെഗറ്റീവ് പ്രവൃത്തികൾക്കും വലിയ ഫലമുണ്ട്. ഇന്ന് മുതൽ നിങ്ങൾ ചെയ്യാവുന്ന ഞാനൊരു 5 ശീലങ്ങൾ എന്ന് പറയുന്നില്ല, ഒരു പോസിറ്റീവ് കാര്യങ്ങൾ ഒന്ന് എഴുതി വെക്കാമോ? ഒരു കാര്യം, ഒരു 5 മിനിറ്റ് ഞാൻ അതിനു വേണ്ടി പരിശ്രമിക്കും എന്ന് തോന്നുന്ന ഒരു കാര്യം എഴുതി വെക്കുക. എഴുതി വെക്കുന്നുണ്ടോ? ഇന്ന് മാർച്ച് 4-ാം തീയതി അല്ലേ? അപ്പൊ നമ്മളൊരു April 4th ആവുമ്പോൾ നമുക്ക് എന്തൊക്കെ ഡിഫറൻസ് വന്നോന്ന് നമുക്ക് ശ്രദ്ധിക്കാം. നമ്മുടെ ജീവിതം വലിയ തീരുമാനം കൊണ്ടല്ല, ചെറിയ ആവർത്തിക്കുന്ന തീരുമാനം കൊണ്ടാണ് ജീവിതം മാറുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുക. അപ്പൊ ഒരു ശലഭത്തിന്റെ ചിറകടി പോലെ, ഒരു വിത്ത് പോലെ, ഒരു വാക്ക് പോലെ, അല്ലെങ്കിൽ ഒരു ചെറിയ തീരുമാനം പോലെ നമ്മുടെ ഭാവി തീരുമാനിക്കുന്നത്. ഇപ്പൊ നമ്മള് ഉദാഹരണത്തിന് പറയാമെങ്കിൽ ഒരു കോർപ്പറേറ്റ് ഉദ്യോഗസ്ഥനായിരിക്കുന്ന ഒരാള് അയാളുടെ എംപ്ലോയി എന്തെങ്കിലും നല്ല വർക്ക് ചെയ്തിട്ട് അയാളെ ഗുഡ് ജോബ് എന്ന് പറഞ്ഞാൽ ഐ വിൽ ട്രസ്റ്റ് യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആത്മവിശ്വാസം വളരും അല്ലേ? ആ ആത്മവിശ്വാസം വളർന്ന അയാൾക്ക് നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാനായിട്ട് സാധിക്കും. ഇനി ബട്ടർഫ്ലൈ ഇഫക്റ്റ് എങ്ങനെ സൈക്കോളജിക്കൽ ഏരിയാസിൽ
എങ്ങനെ പ്രതിഫലനം ഉണ്ടാക്കുമെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ആയിട്ട് ഡെവലപ്മെന്റ് സൈക്കോളജി വിഭാഗം എന്ന് പറയുമ്പോൾ നമ്മളെ ഏർലി ചൈൽഡ്ഹുഡ് ആക്ടിവിറ്റീസ്. ഇപ്പോൾ ഒരു ടീച്ചറായിരിക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ ഒരു കുട്ടിക്ക് എന്തെങ്കിലും പ്രോത്സാഹനം കൊടുക്കുക എന്ന് വെച്ചാൽ ഒരു സ്റ്റേജിൽ കയറി എന്തെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട്, ചിലപ്പോൾ അവന് എന്തെങ്കിലും അബദ്ധങ്ങളൊക്കെ പറ്റിയിട്ടുണ്ടാവും, എന്നാലും നമ്മൾ കൊടുക്കുന്ന ഒരു പ്രോത്സാഹനം അവന് ഭയങ്കര പ്രചോദനമായിരിക്കും. പിന്നീട് അവന്റെ പേഴ്സണാലിറ്റിയും അവന്റെ ബിഹേവിയർ ഒക്കെ മാറുന്നതായിട്ട് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ആ ടീച്ചർ ഭയങ്കരമായിട്ട് ആ സ്റ്റേജിൽ ആ കുട്ടിയെ കളിയാക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ പിന്നീട് ഒരിക്കൽ പോലും അവൻ സ്റ്റേജിലേക്ക് കയറാത്ത അവസ്ഥയുണ്ടാകും. അതാണ് ഡെവലപ്മെന്റ് സൈക്കോളജിക്കൽ ഫീൽഡിൽ വരുന്ന ഒരു സംഭവം. ഇത് തന്നെ നമുക്ക് ക്ലിനിക്കൽ സൈക്കോളജി മേഖലയിൽ എങ്ങനെ വരുമെന്ന് നോക്കാം. എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ തോട്ട്സിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും ചേഞ്ചസ്, നെഗറ്റീവ് തോട്ട്സിന് എനിക്ക് പറ്റില്ല എന്നുള്ള ഒരു കാര്യം, ഒരു ചെറിയ കാര്യം നമുക്ക് ചെറുപ്പത്തിലേ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഭാവിയിൽ വളരെയധികം പ്രതിഫലനം ഉണ്ടാക്കും. നമുക്ക് എപ്പോഴും ഒരു ലിമിറ്റഡ് ബിലീഫാണല്ലോ, ഐ കാൺ ഡു ദിസ്. അത് നമുക്ക് അന്ന് മുതലേ തന്നെ നിന്നെ കൊണ്ട് പറ്റുമെന്ന് ആ കുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കുകയാണെങ്കിൽ വലുതായി കഴിയുമ്പോൾ ഒരുപാട് വ്യത്യാസം വരുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ ബ്രെയിനിൽ തന്നെ ആ ചിന്താഗതി മാറുന്നത് കാണാനായിട്ട് സാധിക്കും. ഇനി സോഷ്യൽ സൈക്കോളജി മേഖലയിൽ വരാണെങ്കിൽ നമുക്കിപ്പോ എല്ലാവരും ഒരു ആക്സിഡന്റ് ഉണ്ടായി, ഒരാള് ആ കൂട്ടത്തിൽ നിന്ന് അയാളെ സഹായിക്കാൻ മുൻപോട്ട് വന്നാൽ ആ വ്യക്തിയുടെ മാറ്റം മറ്റുള്ളവർ കണ്ട് ബാക്കിയുള്ളവരും കൂടി വരും. അല്ലെങ്കിൽ ആരും വരാതെ നോക്കി നിന്ന് അയാൾ ചിലപ്പോൾ മരണപ്പെട്ടേക്കാം. അപ്പോൾ ഒരു സോഷ്യൽ ഇന്ററാക്ഷൻ നമുക്ക് ചെറുപ്പത്തിലേ വരുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഭാവിയിലും നമുക്ക് ആ ആക്ടിവിറ്റി കൊണ്ട് നടക്കാനായിട്ട് സാധിക്കുന്നതായിട്ട് കാണാൻ പറ്റും. അതുപോലെ തന്നെ അടുത്ത മേഖല പറയാന്ന് വെച്ചാൽ നമ്മൾ ബിഹേവിയറൽ സൈക്കോളജി എന്ന് പറയുമ്പോൾ നമുക്ക് നല്ല ശീലങ്ങൾ ഉണ്ടാവും, വർക്കൗട്ട് ചെയ്യുന്നുണ്ടാവും, മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ടാവും. അപ്പൊ നമ്മൾക്ക് ആ ശീലങ്ങൾ ഇടയ്ക്ക് നമ്മൾ സ്കിപ്പായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഒരു പ്രതിഫലനം എപ്പോഴും നമ്മുടെ ഉണ്ടാകാനായിട്ട് കാണാൻ സാധിക്കും. അതുപോലെ ഞാനിപ്പോ ബട്ടർഫ്ലൈ എന്നുള്ളതിന് ചെറിയൊരു അബ്രിവേഷൻ കൊടുക്കുകയാണ്. ഇപ്പൊ ഞാൻ ബാച്ച് 22 പ്രൊഫഷണൽ ട്രെയിനറിന്റെ ബാച്ചിലുള്ള ആളാണ്. ഇപ്പൊ ബട്ടർഫ്ലൈ എന്ന് പറയുമ്പോൾ എനിക്ക് എപ്പോഴും എഫക്റ്റ് എന്ന് പറയുമ്പോൾ എനിക്ക് എപ്പോഴും ഓർമ്മ വരുന്നത് നമ്മുടെ നിഷ് വോയിസ് ക്ലിപ്പുകളാണ്. ഇപ്പൊ ഫസ്റ്റത്തെ വോയിസ് ഇടുമ്പോൾ നമുക്ക് ഇത് ഇട്ടിട്ട് എന്തെങ്കിലും വ്യത്യാസം വരുമോ എന്നുള്ളത് നമുക്കൊരു സംശയം വരും. അപ്പൊ ഈ ബട്ടർഫ്ലൈയുടെ അബ്രിവേഷൻ കേട്ടപ്പോൾ വായിച്ചപ്പോൾ എനിക്കത് കൃത്യമായിട്ട് കണക്റ്റഡ് ആയിട്ട് തോന്നിയ ഒരു കാര്യമാണ്. ബി വരുമ്പോൾ ബിലീവ് ഇൻ സ്മോൾ ബിഗിനിങ്സ്. ആദ്യം തന്നെ നമ്മൾ വിശ്വസിക്കണം എനിക്ക് എന്തായാലും അതിലൊരു മാറ്റം വരും എന്നുള്ളത്. യു വരുന്നത് അണ്ടർസ്റ്റാൻഡ് യുവർ പവർ. നമുക്ക് ഒരുപാട് ശക്തിയുണ്ട്, ഇന്നർ സ്ട്രെങ്ത് നമുക്കുണ്ട്. നമുക്ക് തന്നെ നമ്മളെ കുറിച്ച് അറിയില്ല, നമ്മൾക്ക് എന്തോരം ഇന്നർ സ്ട്രെങ്ത് ഉണ്ടെന്ന് നമ്മൾ അറിയില്ല. അപ്പൊ അത് നമുക്ക് ആദ്യം തന്നെ മനസ്സിലാക്കണം, അണ്ടർസ്റ്റാൻഡ് യുവർ പവർ. ടി വരുന്നത് ടേക്ക് ടൈനി സ്റ്റെപ്സ്. അപ്പൊ ആദ്യം നമ്മൾ വിശ്വസിച്ചു, തന്നെ നമ്മുടെ പവറിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി, അത് കഴിഞ്ഞ് ചെറിയ സ്റ്റെപ്സ് നമ്മൾ എടുത്തു. അതായത് ആദ്യത്തെ നമ്മളൊരു നിഷ് വോയിസ് ക്ലിപ്പ് ഇട്ടു. പിന്നെ ടി വരുന്നത് ട്രസ്റ്റ് ദ പ്രോസസ്. അപ്പൊ നമ്മൾ ആ പ്രോസസ്സിനെ നമ്മൾ വിശ്വസിച്ചു. ആൻഡ് എവരി ആക്ഷൻ മാറ്റേഴ്സ്. ഓരോ ചെറിയ പ്രവർത്തനത്തിനും അതിൻ്റെതായ ഫലമുണ്ട്. 6 വരുന്നത് റിപ്പിൾ എഫക്റ്റ് ഗ്രോസ്. അത് കണക്റ്റഡ് ആക്കുമ്പോൾ നമുക്ക് ഒരു 2, 3, 4 വോയിസ് ക്ലിപ്പൊക്കെ ഇടുമ്പോൾ നമുക്ക് കുറച്ച് ഇംപ്രൂവ്മെന്റ് കാണാൻ സാധിക്കും. നമ്മുടെ മൊത്തം സ്പീച്ച് എങ്ങനെ പറയുന്നത്, എങ്ങനെ ഒരു ക്ലാസ് എടുക്കുന്നതിനെ കുറിച്ച് കുറച്ച് വ്യത്യാസം, ഒരു തരംഗം പോലെ നമുക്കത്
ഫീൽ ചെയ്യാൻ സാധിക്കും. എഫ് വരുമ്പോൾ ഫ്യൂച്ചർ ചേഞ്ചസ്. നമുക്ക് പതുക്കെ മനസ്സിലാകും എന്തെന്ന്, നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു കോൺഫിഡൻസ് ലെവൽ കൂടിയതൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. എന്തെങ്കിലും നമുക്ക് പോയിട്ട് സംസാരിക്കാൻ, ഒരു കൂട്ടം ആളുകളുടെ മുമ്പിൽ എന്തെങ്കിലും ഒക്കെ സംസാരിക്കാനുള്ള ഒരു കറേജ് വരുന്നത് കാണാൻ സാധിക്കും. എൽ വരുമ്പോൾ ലിറ്റിൽ എഫേർട്സ് കൗണ്ട്. ചെറിയ നമ്മുടെ പരിശ്രമങ്ങൾ വിലമതിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. വൈ വരുമ്പോൾ യു ക്രിയേറ്റ് ബിഗ് ഇമ്പാക്റ്റ്. അങ്ങനെ 10 വോയിസ് ക്ലിപ്പും കഴിഞ്ഞ് പ്രാക്ടിക്കൽ സെക്ഷനും കഴിഞ്ഞ് നമ്മൾ കുറച്ച് മോർണിംഗ് സർക്കിളൊക്കെ എടുത്ത് വരുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് കോൺഫിഡൻസും അതേപോലെ തന്നെ നമുക്ക് എങ്ങനെ സംസാരിക്കണം എന്നുള്ളൊരു ലെവല് ഇംപ്രൂവ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. അതാണ് ബട്ടർഫ്ലൈ വരുന്നത്. ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. ബിലീവ് ഇൻ സ്മോൾ ബിഗിനിങ്സ്, യു അണ്ടർസ്റ്റാൻഡ് യുവർ പവർ, take tiny steps, trust the action process, every action matters, R ripple effect grows, F future changes, L little efforts count, Y you create big impact. Okay, ഈ ബട്ടർഫ്ലൈ ഇഫക്റ്റ് എന്താണ് നമ്മെ പഠിപ്പിക്കുന്നത്? ചെറിയ പ്രവർത്തികളും തീരുമാനങ്ങളും വളരെ പ്രാധാന്യമുള്ളവയാണ്. ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന ചെറിയ കാര്യങ്ങൾ പോലും വലിയ ഫലങ്ങൾ ഉണ്ടാക്കാം. അതുകൊണ്ട് ഓരോ ചെറിയ പ്രവൃത്തിയെയും വിലമതിക്കണം. കാരണം ഒരു ചിത്രശലഭത്തിന്റെ ചെറിയൊരു ചലനം ചിലപ്പോൾ കൊടുങ്കാറ്റായി മാറിയേക്കാം. ചുരുക്കത്തിൽ ചെറിയ മാറ്റങ്ങൾ വലിയ പ്രതിഫലങ്ങൾ സൃഷ്ടിക്കുമെന്നുള്ള ഒരു ശക്തമായ ജീവിത പാഠമാണ് ബട്ടർഫ്ലൈ ഇഫക്റ്റ്. അപ്പൊ ഈ കോൺസെപ്റ്റ് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ആദ്യമേ തന്നെ എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്ന വിംബിൾ അക്കാദമിക്ക് ഞാൻ നന്ദി പറയുന്നു. ആദ്യമല്ലാട്ട അവസാനം. ഇപ്പൊ ആദ്യം പറയണമെന്നൊക്കെ വിചാരിച്ചതായിരുന്നു, പിന്നെ മൊത്തം ഒരു കൺഫ്യൂഷന്റെ പുറത്ത് എല്ലാം മാറിപ്പോയി. അപ്പൊ ബട്ടർഫ്ലൈ ഇഫക്റ്റിനെ കുറിച്ച് ഇനി എന്തെങ്കിലും ആഡ് ഓൺ ചെയ്യാനുണ്ടെങ്കിൽ എല്ലാവർക്കും അതിനെക്കുറിച്ച് പറയാവുന്നതാണ്. ഓക്കെ, താങ്ക് യു. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ആദ്യമേ ഇച്ചിരി ടെൻസ് ആക്കിയെന്ന് തോന്നുന്നു, ടെക്നിക്കൽ പ്രോബ്ലം അല്ലേ? ടെൻഷൻ വന്നു. എനിക്ക് മനസ്സിലായില്ല, എന്റെ പ്രോബ്ലം എന്നുള്ളത് മനസ്സിലായില്ല. കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് മനസ്സിലായത്. കാണായിരുന്നു ദാറ്റ് യു ആർ ഫ്രീസ് ആയിട്ടിരിക്കുന്ന പോലെ. അത് കേൾക്കുന്നില്ല എന്ന് ഇവിടുന്ന് തോന്നി. ബട്ട് എനിവേ താങ്ക് ഗോഡ്, അത് ശരിയായല്ലോ. ശരിയായി കഴിഞ്ഞ് യു ആർ ഏബിൾ ടു പിക്കപ്പ്. ആദ്യത്തെ ആ ടെൻഷനൊക്കെ മാറി നന്നായിട്ട് തന്നെ പ്രസന്റ് ചെയ്തു. വെരി ഗുഡ്. നല്ലൊരു ടോപ്പിക് ആയിരുന്നു. ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ അത് കണ്ടിന്യൂസ് ആയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും അതൊരു വലിയൊരു റിപ്പിൾ ഇഫക്റ്റിലേക്ക് പോയി വലിയ സംഭവങ്ങളൊക്കെ ഉണ്ടാകുമെന്നുള്ളത് പറഞ്ഞു തന്നു. നമ്മുടെ സമൂഹത്തിൽ തന്നെ നമ്മൾ നോക്കിയാൽ, ഞാൻ ആളിന്റെ പേര് ഓർക്കുന്നില്ല, നോർത്ത് ഇന്ത്യയിൽ എവിടെയോ ഒരു ആള് തൈ വെച്ചിട്ട് വെച്ച് അത് വലിയ ഒരു ഫോറസ്റ്റ് ആക്കി മാറ്റി. അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. വായിച്ചു തുറക്കുന്നുണ്ട്, ഐ ഡോണ്ട് റിമെമ്പർ ഹിസ് നെയിം. പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു പ്രവൃത്തി, ഓരോ തൈ വെച്ച് അതിനെ പരിപാലിച്ച് അങ്ങനെ വലിയൊരു മരമായിട്ട് മാറി. അപ്പം സമൂഹത്തിൽ തന്നെ വലിയ ഒരു ചേഞ്ചാണ് അവിടെ ഉണ്ടാക്കിയത്. അതുപോലെ നമ്മുടെ ചുറ്റും തന്നെ നമ്മൾ എടുത്തു നോക്കിയാൽ ഓരോരുത്തരും ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ വലിയ കാര്യങ്ങളിലേക്ക് പോകും. പക്ഷെ ദ തിങ് ഈസ്, ചെറിയ കാര്യം നമ്മൾ തുടങ്ങിയിട്ട് അത് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യണം എന്നുള്ളതാണ് അവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. സോ ഐ ലൈക്ക് യുവർ നിമോണിക്സ് ബട്ടർഫ്ലൈ എന്നുള്ളത്. അതിൽ ഏറ്റവും എനിക്ക് ക്ലിക്ക് ചെയ്തത് എവറി ആക്ഷൻ മാറ്റേഴ്സ്. നമ്മൾ ചെയ്യുന്ന ഓരോ ആക്ഷനും ഇമ്പോർട്ടൻ്റ് ആണ്. ബട്ട് ബി കൺസിസ്റ്റന്റ് അബൌട്ട് ഇറ്റ് ആൻഡ് യു കീപ് ഗോയിങ് ആൻഡ് ലിറ്റിൽ എഫേർട്ട് കൗണ്ട്സ് എന്നുള്ളതും. പിന്നെ യു ക്രിയേറ്റ് എ ബിഗ് ഇമ്പാക്ട്. സോ നല്ല രീതിയിൽ അത് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് എല്ലാവർക്കും ഓർത്തിരിക്കാനും ആ ബട്ടർഫ്ലൈയുടെ ആ വേർഡ് തന്നെ എടുത്ത് അത് എക്സ്പാൻഡ് ചെയ്ത്, പിന്നെ ഓൾസോ യു കണക്റ്റഡ് ഇറ്റ് ടു ദ ട്രെയിനിങ്. നമ്മുടെ വോയിസ് ക്ലിപ്പിനെ കണക്ട് ചെയ്ത്, ദാറ്റ് ഓൾസോ ഈസ് വെരി ഗുഡ്. സോ ക്ലിപ്പ് കണക്ട് ചെയ്യുമ്പോൾ കുറച്ചും കൂടി എല്ലാവർക്കും മനസ്സിലാവും. അതെ. കാരണം
ഈസി ആയിട്ട് പിക്കപ്പ് ചെയ്യാൻ പറ്റുമല്ലോ. സോ വെരി ഗുഡ് എഫർട്ട്, വെരി ഗുഡ്, വെൽ പ്രസന്റഡ് ആക്ച്വലി. സോ ഒട്ടും നെർവസ് ആവേണ്ട കാര്യമില്ല. യു ആർ ഡൂയിങ്, യു ആർ കോൺഫിഡൻറ്റ്, യു ആർ ഡൂയിങ് ഗുഡ്. സോ ഓക്കെ, താങ്ക് യു വെരി കുറച്ച് മച്ച്. നെർവസ്നെസ് ഉണ്ട് എനിക്ക്, ചില ആ. സമയത്ത് ഇങ്ങനെ വാക്കുകൾ കിട്ടാത്തൊരു അവസ്ഥ വരണ പോലെ എനിക്ക് ഫീൽ ചെയ്തു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നെർവസ് ആവണ്ട, യു ആർ ഡൂയിങ് ഫൈൻ. ഇറ്റ്സ് ജസ്റ്റ് കാരണം ആ നെർവസ്നെസ് ചെറിയ രീതിയിൽ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ബട്ട് ഇറ്റ്സ് ഓക്കെ, ബി കോൺഫിഡൻറ്റ്, യു ആർ ഡൂയിങ് ഗുഡ്. കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ, താങ്ക് യു മാം. ഗുഡ് മോർണിംഗ് ജുവൽ മാം. ഗുഡ് മോർണിംഗ്. വളരെ നല്ല രീതിയിൽ മാം സ്ട്രക്ചേർഡ് ആയിട്ട് നമ്മൾ ട്രെയിനിങ്ങിൽ പഠിച്ച എല്ലാ റൂൾസും നമ്മുടെ ഇൻസ്ട്രക്ഷൻസും ഒക്കെ മാം ശരിക്കും അതിൽ ഫോളോ ചെയ്ത് നല്ല രീതിയിൽ സെഷൻ എടുത്തു. പിന്നെ നല്ലൊരു ടോപ്പിക്കാണ് മാം. ബിക്കോസ് നമ്മൾ നോർമലി എപ്പോഴും ക്രിട്ടിസൈസ് ചെയ്യാനോ ബാക്കിയുള്ളവരിനെ ചെറുതാക്കി പറയാനുള്ള ടെൻഡൻസി കൂടുതലാണ്. പക്ഷെ ഓൾവേസ് വി നീഡ് ടു അപ്രിഷിയേറ്റ്. മാം ആ സ്കൂളിൽ ഒരു കുട്ടീനെ നമ്മൾ അപ്രിഷിയേറ്റ് ചെയ്യുമ്പോൾ കുട്ടിക്ക് വരുന്ന മാറ്റങ്ങൾ എന്താണ്, സോ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഇത് ഫോളോ ചെയ്തിരിക്കണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ദെൻ മാം ആ ആക്രോണിം യൂസ് ചെയ്തുവല്ലോ. ആക്രോണിം യൂസ് ചെയ്തപ്പോ നമുക്ക് മെമ്മറിയിൽ റീറ്റെയിൻ, പിന്നെ ഈച്ച് ആൽഫബറ്റിന് നല്ല ഒരു ബൂസ്റ്റ് ഉണ്ടാക്കുന്ന രീതിയിലുള്ള വേർഡ്സ് ആണ്, എക്സ്പാൻഷൻസ് ആയിരുന്നു. സോ വെരി നൈസ്ലി ഡൺ ഇറ്റ്. പിന്നെ സൂസൻ മാം പറഞ്ഞ മാതിരി നമ്മൾ ഈ ട്രെയിനിങ് സെഷനായിട്ട് കണക്ട് ചെയ്തു. വിംബിൾ തന്നെ നമുക്ക് ബൂസ്റ്റ്, അപ്രിസിയേഷൻ ആൻഡ് ഗൈഡൻസ് ഒക്കെ ഡെഫിനറ്റ്ലി വിൽ ഹെൽപ്പ് us ഗ്രോ. മാമിനെ ഇപ്പോ എന്റെ ബാച്ച്മേറ്റ് ആയതുകൊണ്ട് നല്ലൊരു മാറ്റമുണ്ട്. ബട്ട് നമ്മൾ ബേസിക്കലി നമ്മൾ എല്ലാവരും കുറച്ച് ആൾക്കാർ ഈ ടീച്ചിങ്ങിന്റെ ഇൻഫ്ലുവൻസ് ഉണ്ട്, ഒരുപാട് ടീച്ചിങ്ങിന്റെ ഇൻഫ്ലുവൻസ് സ്ട്രെസ് ചെയ്ത് നമ്മൾ പറയും. സോ അതിൽ നമ്മൾ കുറെ മാറ്റങ്ങൾ കൊണ്ടുവരണം. ഈ ടീച്ചിങ് ഫീൽഡിൽ നിന്ന് ഈ ട്രെയിനിങ് ഫീൽഡിലേക്ക് വരുമ്പോൾ ഉള്ള ഒരു ഡിഫിക്കൽട്ടിയാണ്. So anyway, you did very well, ma'am. Congratulations. May you come with a lot of more works in morning circle. Okay, thank you, ma'am. Thank you, ma'am. Good morning, all. Good Jewel morning. ma'am. Good morning. ഹേമ നന്നായി പ്രസന്റ് ചെയ്തു. ചെറിയതായിട്ട് അത് ആർക്കായാലും ആദ്യം തുടക്കത്തിൽ എന്തോ ഒരു പ്രശ്നം തോന്നുമ്പോൾ, ടെക്നിക്കൽ ഇഷ്യൂ ആണെങ്കിൽ പോലും അയ്യോ ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു ടെൻഷൻ വരുന്നതാണ്. എങ്കിലും അതിനെ ഓവർകം ചെയ്ത് നന്നായി പ്രസന്റ് ചെയ്തു. പിന്നെ ആ ബട്ടർഫ്ലൈ എഫക്റ്റിനെ കുറിച്ചും അതിന്റെ ഓരോ സൈക്കോളജിക്കലി ഉള്ള എഫക്ട്, ഡെവലപ്മെന്റൽ സൈക്കോളജി, ക്ലിനിക്കൽ സൈക്കോളജി, അങ്ങനെ സോഷ്യൽ സൈക്കോളജി ഓരോ സ്റ്റെപ്പിലും പറഞ്ഞു വന്ന് അത് വളരെ നന്നായിട്ട്, പിന്നെ അതിന്റെ ഒരു അബ്രിവേഷൻ, ഓരോ വേർഡ്, ഓരോ ലെറ്ററിനും ഉള്ള എക്സ്പാൻഷൻ, അങ്ങനെ നല്ല വെൽ പ്രിപ്പയർഡ് ആണ്. പ്രസന്റ് ചെയ്തപ്പോ ചെറിയൊരു ഇത് വന്നൂന്നേ ഉള്ളൂ, പക്ഷെ നന്നായി ചെയ്യാൻ പറ്റുന്നുണ്ട്. എന്തായാലും വെരി ഗുഡ് പ്രസന്റേഷൻ. താങ്ക് യു. നല്ല ട്രെയിനറായി മാറട്ടെ. ഓൾ ദി വെരി ബെസ്റ്റ്. ഹായ് മാം, നല്ലൊരു മെസ്സേജ് ആയിരുന്നു രാവിലെ തന്നത്. മാം വളരെ കണക്റ്റഡ് ആക്കി ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോയപ്പോൾ ആ ടോപ്പിക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയി മാറി. താങ്ക് യു. താങ്ക് യു മാം. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. വളരെ നല്ല സെഷൻ ആയിരുന്നു. ഞാൻ പറഞ്ഞ പോലെ ഒരു സ്റ്റേജിൽ കയറുന്ന കുട്ടിക്ക് ഇപ്പൊ അവിടുന്ന് ഇറങ്ങി വരുമ്പോൾ തെറ്റിയാലും ശരിയായാലും അപ്രിസിയേഷൻ കൊടുക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന മാറ്റങ്ങൾ പറഞ്ഞല്ലോ, അത് ശരിക്കും ഈ അപ്രിസിയേഷൻ പൊതുവെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം അത് കൊടുക്കാൻ ഭയങ്കര മടിയാണ് ശരിക്കും. അത് ഏറ്റവും കൂടുതൽ വാരിക്കോരി കൊടുക്കുന്ന ഒരു സ്ഥലം ഞാൻ കണ്ടിട്ടുള്ളത് നമ്മുടെ മോർണിംഗ് സർക്കിളാണ്. അതുകൊണ്ട് അടിപൊളിയായിട്ട് മാം ശരിക്കും നല്ല രീതിയിൽ തന്നെ പ്രസന്റ് ചെയ്തു. ഇത് ശരിക്കും അതിനുവേണ്ടി പറയണതല്ല കേട്ടോ. എന്തായാലും വളരെ നല്ല സെഷൻ ആയിരുന്നു. താങ്ക് യു. ഓക്കെ, താങ്ക് യു. Hello, Joel ma'am. Good morning. Hello, good morning.
എൻ്റെ പേര് അനസ് എന്നാണ്. ഉം. വളരെ മനോഹരമായ ഒരു സെഷൻ ആയിരുന്നു മേഡം ഇപ്പം ഇന്ന് രാവിലെ ഉണ്ടായിട്ടുള്ളത്. പിന്നെ പോരാത്തതിന് നമ്മുടെ ആ ഒരു ബാച്ചിന്റെ, അതായത് ട്രെയിനേഴ്സിന്റെ ട്രെയിനിങ് ആ ഒരു കോഴ്സിനെ മുൻനിർത്തിയിട്ട് മേഡം ഓരോ നിഷ് ഏരിയാസും മറ്റു കാര്യങ്ങളൊക്കെ ഓരോന്നും കോഴ്സിന്റെ ആ ഒരു മൊഡ്യൂളിനെ എടുത്തു വെച്ച് എക്സാമ്പിൾ പോലെ തന്നത് നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റി. കാരണം ഞാൻ ആ ഒരു കോഴ്സ് കഴിഞ്ഞതാണ്, അതുകൊണ്ട് അത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റി. വളരെ മനോഹരമായ ഒരു സെഷൻ ആയിരുന്നു. പിന്നെ ഈ പറഞ്ഞ ഫസ്റ്റ് ഉണ്ടായ ഒരു പ്രോബ്ലം, ഞാൻ അത് 5 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ലേറ്റ് ആയത് കയറിയത്. അതുകൊണ്ട് എനിക്കത് കാണാൻ പറ്റിയില്ല. ഞാൻ തുടക്കം മുതൽ ഞാൻ കണ്ടപ്പോൾ മുതൽ മാം ആക്റ്റീവ് ആയിട്ടിരുന്ന് ക്ലാസ് എടുക്കുന്നതായിരുന്നു ഞാൻ കണ്ടത്. എനിവേ നല്ലൊരു സെഷൻ ആയിരുന്നു മാം. താങ്ക് യു. താങ്ക് യു. ഗുഡ് മോർണിംഗ് ഓൾ. ഗുഡ് മോർണിംഗ്. ഞാൻ ബിജു കെ മാത്യു, 23rd ബാച്ച്, സൂസൻ മാമിന്റെ ക്ലാസ്മേറ്റ് ആണ്. ഓക്കെ, ഞാൻ ഇടയ്ക്കൊക്കെ മോർണിംഗ് സർക്കിൾ കയറാറുള്ളൂ. അപ്പൊ ഇന്നേതായാലും കയറാൻ പറ്റി. മാമിന്റെ ക്ലാസ് വളരെ നന്നായിരുന്നു. ചെറിയ ചെറിയ കാര്യങ്ങൾ വലിയ വിജയത്തിലേക്ക് എങ്ങനെ കൊണ്ടുപോകുമെന്ന് വളരെ വ്യക്തമായിട്ട്, അതുപോലെ നമ്മുടെ നിഷ് ഏരിയ കാര്യങ്ങൾ ഒക്കെ അതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട്, ആ പഠിച്ച സബ്ജക്റ്റിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞ കാര്യങ്ങളെല്ലാം വളരെ നന്നായിട്ടുണ്ട്. നല്ല രീതിയിൽ പറഞ്ഞു. ആ തുടക്കത്തിലെ ഒരു കൺഫ്യൂഷൻ, ബുദ്ധിമുട്ടൊന്നും വലിയ കാര്യമായി ഉണ്ടാക്കിയതായിട്ട് എനിക്ക് തോന്നിയില്ല. പിന്നെ എനിക്ക് പറയാനുള്ളത് വേറൊരു കാര്യം എന്താന്ന് ചോദിച്ചാൽ, ടീച്ചേഴ്സാണ് കൂടുതലും ഇതിലുള്ളത് എന്ന് തോന്നുന്നു. ഞാൻ ടീച്ചിങ് പ്രൊഫഷനിലുള്ള ഒരാളല്ല. അതുപോലെ തന്നെ ഈ ട്രെയിനേഴ്സിലും ട്രെയിനിങ്ങിന് വരുന്ന ഒരു പുതിയ ആള്, അല്ലെങ്കിൽ ഒരു പുതിയ, ഞാൻ ആദ്യമായിട്ട് ഈ ട്രെയിനേഴ്സ് ടോക്കിലാണ് സംസാരിക്കുന്നത്. അപ്പൊ അങ്ങനെ നോക്കുമ്പം ഞാൻ വിചാരിക്കുന്നത് ടീച്ചേഴ്സിന് കുറച്ചും കൂടി ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റാണ് ഈ ട്രെയിനർ എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പൊ ഞങ്ങളുടെ കൂടെയാണെങ്കിൽ സൂസൻ മാം, അംബിക മാം ഒക്കെ ഉണ്ട്. അവരൊക്കെ നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യുന്നത് കാണാറുണ്ട്. അപ്പൊ ഞാൻ വിചാരിക്കുന്നത് ടീച്ചേഴ്സ് ആയിരിക്കും കുറച്ചുകൂടി നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കുന്നതെന്നാണ്. അപ്പൊ നിങ്ങൾക്ക് ഒപ്പം എത്താനുള്ള ഒരു ഓട്ടത്തിലാണ് ഞാനും. അപ്പം താങ്ക് യു, ഹാവ് എ നൈസ് ഡേ. താങ്ക് യു. താങ്ക് യു. ഓക്കെ മാം. ഈ ബട്ടർഫ്ലൈയുടെ കാര്യം പറഞ്ഞപ്പോഴേ, ഒരു മെക്സിക്കോയിലുള്ള മോണാർക്ക് ബട്ടർഫ്ലൈസ് ഉണ്ട്. അവര് മെക്സിക്കോയിൽ ഫോറസ്റ്റിലുള്ള മോണാർക്ക് ബട്ടർഫ്ലൈസ്, അവരുടെ മൈഗ്രേഷന്റെ സമയത്ത് ഏർലി മോർണിംഗിൽ ഇവര് മരത്തിൽ ഇങ്ങനെ എല്ലാം കൂടെ കൂട്ടം കൂടി ഇങ്ങനെ ഇരിക്കുകയാണ്. എന്നിട്ട് അവരുടെ വിങ്സ് ഫ്ലാപ്പ് ചെയ്യുമ്പോൾ, ഒരുമിച്ച് ഫ്ലാപ്പ് ചെയ്യുമ്പോഴത്തേക്ക് ഒത്തിരി മില്യൺസ് ഓഫ് ദം ടുഗെദർ ഒരുമിച്ച് ഫ്ലാപ്പ് ചെയ്യുമ്പോഴത്തേന് അത് റെയിനിന്റെ ശബ്ദം പോലെയോ അല്ലെങ്കിൽ വാട്ടർഫോളിന്റെ ശബ്ദം പോലെയാണെന്നാ പറയുന്നത്. സോ ഇമാജിൻ ദാറ്റ് ഇമ്പാക്ട്. ഒരാളല്ല, മില്യൺസ് ഓഫ് ദം ടുഗെദർ ഫ്ലാപ്പിംഗ്. സോ ചെറിയ ഒരു കാര്യം ഒരാൾ ചെയ്യുന്നത് കൂടാതെ ഒത്തിരി പേര് കൂടി ചെയ്യുമ്പോഴത്തേന് അതിൻ്റെതായ വലിയ ഡിഫറൻസ് ഉണ്ടാവും, വലിയൊരു ഇമ്പാക്ട് ഉണ്ടാവും. അതിപ്പോ നമ്മള് ഈർക്കിലിയുടെ കഥ പറയില്ലേ മാം, ഒരു ഈർക്കിലി നമുക്ക് ഒടിക്കാൻ എളുപ്പമാണ്. പക്ഷെ അത് കുറെ ഈർക്കിലികൾ ഒന്നിച്ച് കെട്ടിക്കഴിഞ്ഞാൽ നമുക്കത് ഒടിക്കാൻ പറ്റില്ല. എക്സാക്ട്ലി, ദാറ്റ്സ് റൈറ്റ്. അതൊരു ഗ്രൂപ്പിന്റെ ഒരു പവറാണ്. അതെ 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 അതെ. ഓക്കെ. ഗുഡ് മോർണിംഗ് ജുവൽ മാം. ഗുഡ് മോർണിംഗ്. നല്ല സെഷൻ ആയിരുന്നു. നല്ലൊരു ടോപ്പിക് അല്ലെ. ചെറിയ കാര്യങ്ങള് മാം പറഞ്ഞ രണ്ടും എനിക്ക് പറയുന്ന എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഉദ്ദേശിക്കാത്ത, ചിലപ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് ഹാർഡ് വർക്കൊക്കെ ചെയ്ത് റിസൾട്ട് എല്ലാം പ്രതീക്ഷിച്ചിരിക്കുമ്പം നമ്മൾ ഉദ്ദേശിച്ചൊന്നും കിട്ടില്ല. അതേസമയം നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്നായിരിക്കും നമ്മൾ ഉദ്ദേശിക്കാത്ത റിസൾട്ട് കിട്ടുന്നത്. അത് ഇപ്പം വർക്ക് പ്ലേസിലാണെങ്കിലും റിലേഷൻഷിപ്പിലാണെങ്കിലൊക്കെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. എന്തായാലും അടിപൊളി ടോപ്പിക് ആയിരുന്നു. പിന്നെ എനിക്ക് ഇതിന്റെ കൂടെ ചേർക്കാനുള്ളത്, നേരത്തെ ചന്ദ്രാമയം പറഞ്ഞ പോലെ നമ്മൾ ഈ ആളുകളോട് ഓരോ വാക്കുകളൊക്കെ പറയുമ്പോൾ, അല്ലെങ്കിൽ ഈ ചില തമാശകളും ഒക്കെ പറയുന്ന സമയത്തെ നമ്മൾ പറയുന്നത് നിസ്സാരമാണെന്ന് തോന്നും, പക്ഷെ അവർക്ക് ചിലപ്പോൾ അത് ഭയങ്കരമായിട്ട് അവർ എഫക്ട് ചെയ്യും. അപ്പൊ അത് ഇതിന്റെ ഒരു പ്രശ്നമാണ്. അതൊന്ന്. രണ്ടാമത്തത്, നമ്മൾ ഒന്നും ഇഗ്നോർ ചെയ്യാൻ പാടില്ല അല്ലെ.
ഇപ്പം എനിക്കൊരു പെട്ടെന്ന് ഒരു ഉദാഹരണം ഓർമ്മ വന്നു. ഞാനൊരു പ്രോജക്റ്റില് ഒരു 2 months വർക്ക് ചെയ്ത ഒരു പ്രോജക്റ്റില് ചെറിയൊരു കാലയളവായിരുന്നു. അന്ന് അത്യാവശ്യം നന്നായിട്ട് തന്നെ പെർഫോം ഒക്കെ ചെയ്ത് അത് കഴിഞ്ഞ് കുറെ നാൾ കഴിഞ്ഞിട്ട് എൻ്റെ ഒരു മാനേജർ ഇങ്ങനെ എന്നെ കണ്ടപ്പം ചോദിച്ചു, എന്താണ് ഇവിടെ ഇങ്ങനെ ഒരു ഓപ്പണിംഗ് ഉണ്ട്, താല്പര്യം ഉണ്ടോന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ഒരു ദിവസം കഫ്റ്റീരിയന്നാണ് ആളെ കണ്ടത്. അപ്പൊ ഞാൻ പറഞ്ഞു അത് നോക്കാന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ അവിടെ ജോയിൻ ചെയ്തു. അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കും, ഞാൻ വർഷങ്ങളോളം ചില പ്രോജക്റ്റിലൊക്കെ വർക്ക് ചെയ്തിട്ട് ഇങ്ങനെ ആരും എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചിട്ടില്ല. ഇതൊരു 2 monthsന്റെ ഒരു ഇത് കാരണം ആളെൻ്റെ അടുത്ത് വന്ന് ചോദിച്ചല്ലോ. അപ്പം നമ്മൾ ചെറുതും വലുതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യേണ്ടത് ചെയ്യുക, അപ്പൊ റിസൾട്ട് കിട്ടും. അപ്പൊ ഒന്നിനെയും നിസ്സാരവൽക്കരിക്കരുത് എന്നുള്ളതാണ്. താങ്ക് യു മാം, നല്ലൊരു മെസ്സേജ് ആയിരുന്നു. താങ്ക് യു സർ. ഫീഡ്ബാക്ക് ഒക്കെ എല്ലാരും പറഞ്ഞു കഴിഞ്ഞോ എന്നൊരു സംശയം അല്ലേ? ഇവിടെ അഡ്മിൻ എന്ത് പറയുന്നു? ഇനി ആർക്കും പറയാനില്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാല്ലേ? Yes. എന്തായാലും നല്ല ക്ലാസ് ആയിരുന്നു കേട്ടോ മാം. തുടക്കത്തിൽ ടെക്നിക്കൽ പ്രോബ്ലംസ് ഒക്കെ എല്ലാവർക്കും വരും. അപ്പൊ എത്ര വലിയ ട്രെയിനർമാരായാലും പെട്ടെന്നൊന്നും ഒരു ഇതായി പോവും. പക്ഷെ അത് ആ ഒരു കുറച്ച് നേരത്തൊക്കെ ഉണ്ടാവുള്ളൂ. പിന്നെ ഒക്കെ അടിപൊളിയായിരുന്നു കേട്ടോ മാം. നന്നായിട്ട് പ്രസന്റ് ചെയ്തു. ബട്ടർഫ്ലൈ സൂസൻ മാം എഴുതി വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഗ്രൂപ്പിൽ ഷെയർ ചെയ്യണം. ഉണ്ട്, ഞാൻ ഇട്ടേക്കാം. യെസ്, തീർച്ചയായിട്ടും. സോ എനിവേ നല്ല സെഷൻ ആയിരുന്നുകൊണ്ട് സന്തോഷമായിട്ട് ചിരിച്ചോണ്ട് പോവുക. You did it well. Okay. So, yes. ഇനിയും ഇതുപോലെ Very good. ഇതുപോലെ ഇനി നല്ലൊരു ടോപ്പിക് ആയിട്ട് ഇനിയും വരണം മാം. Okay, thank you. See, connected this way, ഇതൊരു small impact, small കാര്യമാണ്. It's going to make a big impact. You're going to make a big impact. Okay. Doing more and more sessions, and you'll be lot more confident. So make a big impact going forward. Okay, then all the best. അതെ നല്ല ക്ലാസ് ആയിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടമായ ട്രെയിനറിലെ നിഷ് വോയിസിന്റെ കാര്യങ്ങളും ഒക്കെ അടിപൊളിയായിട്ട് എല്ലാം പറഞ്ഞു ഭയങ്കരമായിട്ട് കണക്ട് ചെയ്തു. അപ്പൊ താങ്ക് യു സോ മച്ച്. ഞാനൊക്കെ 4th ബാച്ച് ആയിരുന്നു. ആ പറഞ്ഞത് എനിക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. കാരണം നമ്മള് 10 വോയിസ് കണ്ടല്ലേ അയക്കുന്നത്. അത് ഓരോന്ന് അയക്കുമ്പോഴും ഫീഡ്ബാക്ക് എല്ലാം കേട്ട് ഫൈനലി നമ്മൾ ആ ഒരു ഫസ്റ്റ് വോയിസ് തൊട്ട് ലാസ്റ്റ് വോയിസ് വരെയുള്ള ഡിഫറൻസ് നോക്കുമ്പോൾ നമുക്ക് തന്നെ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. പിന്നെ ജ്വൽ മാം നല്ലപോലെ എഫേർട്ട് ഇടുന്നുള്ള. ഞങ്ങള് 22nd ബാച്ച് കഴിഞ്ഞ് ഫെയർവെൽ ആയ സമയത്ത് നമുക്ക് വിംബിളിൽ എന്തെങ്കിലും തിരിച്ചു കൊടുക്കണം എന്നൊക്കെ ഉള്ള പ്ലാൻ ഇട്ട സമയത്ത് ജ്വൽ മാമിനെ മുന്നോട്ട് വന്ന് നമ്മള് കേക്കും മെൻഡോയൊക്കെ വാങ്ങിച്ച് മാമിനെ ചന്ദ്ര മാമും ജ്വൽ മാമും കൂടെ വിംബിളിൽ പോയി, ചന്ദ്രാപിന്നി പോയി, ഫൈസൽ സാറിനെ നേരിട്ട് കണ്ട് ഞങ്ങളുടെ ഒരു കേക്കും പിന്നെ മൊമെന്റോ ഒരു 1-2 ഗിഫ്റ്റ് എല്ലാം കൊണ്ട് കൊടുത്തു. മാമിനെ മുന്നോട്ട് വന്ന് അതിനുള്ള എഫേർട്ടൊക്കെ ഇട്ട ആളാണ്. കാണുന്ന പോലെ ഒന്നല്ല. ഞങ്ങള് വീഡിയോ കണ്ടായിരുന്നു. കണ്ടിരുന്നു. ഞാൻ അതായിരുന്നു കേട്ടോ. ഞാൻ മാം എനിക്ക് പോസ്റ്ററിന് വേണ്ടിട്ട് ഫോട്ടോ അയച്ചു തരാൻ വന്നപ്പോ ഞാൻ വിചാരിച്ചു ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. അപ്പൊ പിന്നെ ഇപ്പഴെനിക്ക് ഓർമ്മ വന്നത് അന്ന് കണ്ടിരുന്നു. ഞങ്ങള് ഈ ഡിസ്കഷൻ നടക്കുന്ന സമയത്ത് എന്താണ് ഞങ്ങൾ ആദ്യം പ്ലാൻ ചെയ്ത കൊറിയർ ചെയ്യാന്നാണ്. വേറെ ഓപ്ഷൻ ഇല്ലല്ലോ, അടുത്തുള്ള ആരും ഇല്ല. അപ്പോഴാണ് ജ്വൽ മാം പറയുന്നത് ഇത് അടുത്താണെന്ന് തോന്നുന്നു. അടുത്ത് മീൻസ് കുറച്ച് ദൂരമുണ്ട്, എന്നാലും പോയി വരാവുന്ന ഒരു ഡിസ്റ്റൻസ് ആണെന്ന് തോന്നുന്നു. അപ്പൊ ചന്ദ്ര മാമും പറഞ്ഞു എന്നാ പിന്നെ ഞാനും കൂടെ പോവാം. ചന്ദ്ര മാമും 1 hour 2 hour ട്രാവൽ ചെയ്തിട്ടാട്ടോ പോയത്. അങ്ങനെ അപ്പൊ അതൊക്കെ ഈ പറയുന്ന ട്രെയിനറിന്റെ ഒരു ഇതും കൂടിയാണ്, ആഫ്റ്റർ എഫക്റ്റും കൂടിയാണ്. നമുക്ക് അത്രത്തോളം നന്നായിട്ട് കിട്ടിയപ്പം അതിനുള്ളത് നമ്മള് തിരിച്ചു കൊടുത്തു എന്നുള്ളത്. ആ ഒരു thought made a big impact, right? So that's good. Yes. Faisal sir and Archana ma'am were so happy.
ഇതൊരു പുതിയ ഹൈറാർക്കിയുടെ തുടക്കം കൂടിയാണല്ലോ. ഇനി വരുന്ന ബാച്ചുകാരും ഇതേപോലെ ചെയ്യാൻ ഒരു പരിധി വരെ ബാധ്യസ്ഥരാണ്. അങ്ങനെയില്ല. അങ്ങനെയാ. Choice, പക്ഷെ choice. വേറൊരു കാര്യമുണ്ട്, സ്റ്റാർട്ട് ചെയ്തത് No, എപ്പോഴും ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്ത ആളുകൾക്ക് എപ്പോഴും അത് അവിടെ ഉണ്ടാവുമല്ലോ. ദാറ്റ്സ് ദ ഇനി റെക്കോർഡ്. ദാറ്റ് ഇസ് ദ റെക്കോർഡ്. ഇനി വേറെ ആരും എന്ത് ചെയ്ത് കഴിഞ്ഞാലും അത് ബ്രേക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. അതാ സ്റ്റാർട്ടിങ് പ്രസിഡൻസ് അല്ലേ? അതെ അതെ. യെസ്. പിന്നെ ഓക്കെ, എനിക്ക് ഇപ്പൊ എനിക്ക് പറയാനുള്ള തോന്നുന്നു ആണ്ട് ആരോ പറയുന്നു. നല്ലതാണെങ്കിൽ നമുക്ക് ചെയ്യാം. എനിത്തിങ് ഗുഡ് വി ക്യാൻ കണ്ടിന്യൂ. ദാറ്റ് ഈസ് ഓൾവേസ് ഗുഡ്. അപ്പൊ ഇതൊരു ചെറിയ ബട്ടർഫ്ലൈ എഫക്റ്റ് ആണ്. അല്ല, നമ്മൾ ഇൻസ്പയർഡ് ആയത് സത്യം പറഞ്ഞാൽ അതിന്റെ മുമ്പത്തെ ബാച്ച്. അനസ് പോയോ? അതെ അതെ. ഹലോ, ഇപ്പൊ Sir ലാസ്റ്റ് പോയി വന്ന തോന്നുന്നു. ലാസ്റ്റ് 2 ബാച്ചുകാരാണ് ഇങ്ങനെ ചെയ്തേക്കണ കേട്ടാ. ഞങ്ങളൊക്കെ അതെ ഫസ്റ്റ് അതെ. ബാച്ചിലൊന്നും ഒന്നും ചെയ്തിട്ടില്ല. അനസർ അതിലൊക്കെ അവരുടെ ബാച്ചില് അവരൊരു എനിക്കൊന്ന് ഫജുറിനീസ മാമാന്ന് തോന്നുന്നു ഒരു പോയം ഒക്കെ എഴുതി അതൊരു റീലാക്കിയൊക്കെ ഇറക്കിയിരുന്നു. അപ്പൊ അതിനുശേഷമാണ് നമുക്കൊരു തോട്ട് പ്രോസസ്സ് വന്നത്. എന്നാ പിന്നെ നമുക്ക് എന്തെങ്കിലും ഡിഫറെന്റ് ആയിട്ട് ചെയ്യാന്നുള്ളത്. ഫവാദ് സാറിന്റെ ബാച്ചൊക്കെ അല്ലേ? ഫവാദ് സാറിന്റെ ബാച്ച് ആയിരുന്നില്ലേ? ഫവാദ് സാർ ഇവിടെ ഉണ്ടല്ലോ. അനസാറിന്റെ ബാച്ച്. അല്ല, ഫൈസൽ അതെ, സാർ ഫവാദ് സാറ്. ഈ വിവരം വളരെ സന്തോഷപൂർവ്വം ഗ്രൂപ്പിൽ അറിയിക്കുകയും അതിന്റെ ഫോട്ടോസ് വീഡിയോസ് ഒക്കെ ഇടുകയും ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. ബിജു അതെ സർ, അതെ എനിക്ക് അതെ. പറയാനുള്ളത് അതിലെ മോർ തിങ് ഈസ് വി ക്രിയേറ്റഡ് മെമ്മറീസ്. ആ മെമ്മറീസ് ആണ് നമ്മൾ അവിടെ ക്രിയേറ്റ് ചെയ്തത്. നത്തിങ് മച്ച്. ഓക്കെ, they should remember that was our objective. പിന്നെ ആ ടീം എല്ലാരും സപ്പോർട്ട് ചെയ്തു. സോ അതുകൊണ്ട് ഇത് സ്മൂത്ത് ആയിട്ട് പോയി. നത്തിങ് വി ബോത്ത് ഓഫ് us represented our team. അവരൊക്കെ പല സ്ഥലത്തുള്ളത് കൊണ്ട് സോ മെമ്മറീസ് ആണ് സർ. ദാറ്റ് ഈസ് മോർ വാട്ട് വി ഇന്റൻഡഡ്. ടീം എത്ര പേര് കൂടിയാലും സെഞ്ചുറി ആരടിക്കുന്നു എന്നുള്ളതാണ് കാര്യം. എല്ലാവർക്കും സെഞ്ചുറി അടിക്കാം സർ. മേക്ക് ദി ഡിഫറൻസ്. തീർച്ചയായിട്ടും. ഓക്കെ ഓക്കെ, താങ്ക് യു മാം. ഓക്കെ, ഹാവ് എ ഗുഡ് ഡേ എവരിവൺ. ഹാവ് എ ഗുഡ് ഡേ. Thank you. Keep appreciating small things. Okay. Thank you. Thank you so much all.